മാസങ്ങളായി തുടരുന്ന ആശങ്കകൾക്ക് ഒരു പരിഹാരവും കാണാതെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പതിപ്പ് VBG റാംജി പ്രാബല്യത്തിൽ വരികയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പേരും നയവും മാറ്റി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആജീവിക മിഷൻ ഗ്രാമീൺ എന്ന് പേരിട്ട് എത്തുമ്പോൾ പേരുമാറ്റത്തിനൊപ്പം മാറിയ നയങ്ങൾ ആശങ്ക വിതച്ചിട്ടുണ്ട്. പ്രധാനമായും ഇതുവരെ സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ സാമ്പത്തിക ഭാരമില്ലാതെ നടന്നു പോന്നിരുന്ന ഒരു പദ്ധതി ഇനി മുതൽ സംസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും എന്നത് തന്നെയാണ് വലിയ ആശങ്ക. VBG റാംജിയിൽ ഉയരുന്ന ആശങ്കകളെ കുറിച്ച് ഒട്ടനവധി ചോദ്യങ്ങൾ ഉയരുമ്പോഴും അതിനൊന്നും കൃത്യമായി മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല. എന്നാൽ ആശങ്കയ്ക്ക് ഉത്തരം നൽകുന്നില്ല എങ്കിലും പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്ന് പിന്നാക്കം പോകാനും കേന്ദ്രം തയ്യാറായിട്ടില്ല. സംസ്ഥാനങ്ങൾ 40% വിഹിതം നൽകണമെന്ന വ്യവസ്ഥ, തൊഴിൽ ദിനങ്ങളിലെ അനിശ്ചിതത്വം, 60 തൊഴിലില്ലാ ദിനങ്ങൾ തുടങ്ങി പദ്ധതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ ഈ പദ്ധതിക്കെതിരെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഷേധവുമായി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. വനിതാ സംവരണം വേഗത്തിലാക്കാനുള്ള നീക്കം പാളിയതിന് പിന്നാലെയാണ് പേരുമാറ്റത്തിലൂടെ വിവാദമായ VBG റാംജി ഉടൻ ആരംഭിക്കാൻ പോകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഗ്രാമീണ മേഖലയിൽ സ്ത്രീകൾക്കടക്കം തൊഴിലും വേതനവും ഉറപ്പാക്കി 2 പതിറ്റാണ്ടായി നടന്നു വന്നിരുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. മിനിമം 100 തൊഴിൽ ദിനങ്ങളായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയിൽ നൽകിയിരുന്നത് എങ്കിൽ VBG റാംജി പദ്ധതി പ്രകാരം 125 തൊഴിൽ ദിനങ്ങൾ കേന്ദ്ര സർക്കാർ ഉറപ്പു പറയുന്നുണ്ട്. എന്നാൽ തൊഴിൽ ദിനം വർദ്ധിക്കുന്നതിനൊപ്പം ഉയരുന്ന പ്രധാന ആശങ്ക വേതനത്തെക്കുറിച്ചാണ്. പഴയ പദ്ധതി പ്രകാരം ഈ കൂലി അല്ലെങ്കിൽ ചിലവ് കേന്ദ്ര സർക്കാരാണ് വഹിച്ചിരുന്നത്. എന്നാൽ പുതിയ പദ്ധതി പ്രകാരം 40% വിഹിതം ഇനി മുതൽ വഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളാണ്. മുൻപ് തൊഴിലാളികൾക്കുള്ള മെറ്റീരിയൽ ചെലവ് മാത്രമാണ് സംസ്ഥാനങ്ങൾ വഹിച്ചിരുന്നത് എങ്കിൽ ഇനി മുതൽ തൊഴിൽ നൽകുന്നതിനൊപ്പം വേതനവും ഒരു പങ്ക് സംസ്ഥാനങ്ങൾ നൽകേണ്ടി വരും. മുൻപ് സംസ്ഥാനങ്ങളുടെ വിഹിതം 10% മാത്രമായിരുന്നതാണ് ഇപ്പോൾ 40%ത്തിലേക്ക് കുതിച്ചുയരുന്നത്. ഇത് സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. കേന്ദ്രം നിശ്ചയിക്കുന്ന പരിധിക്ക് മുകളിലുള്ള മുഴുവൻ ചെലവും സംസ്ഥാനങ്ങൾ വഹിക്കേണ്ടി വരും എന്നത് വലിയ വെല്ലുവിളിയാകുമെന്നാണ് സംസ്ഥാന സർക്കാരുകളുടെ നിലപാട്. മുൻപ് കാട് വെട്ടാനും മറ്റെന്ത് ജോലിക്കും തൊഴിലുറപ്പുകാരെ വിളിക്കുന്ന സമ്പ്രദായമുണ്ട് എങ്കിൽ ഇനി മുതൽ അത് മാറും. ചെയ്യേണ്ട ജോലിയും ചെയ്യേണ്ടതില്ലാത്ത ജോലിയും തരംതിരിച്ച് ഒരു കരട് പട്ടിക കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. 318 പ്രവർത്തികൾക്കാണ് പുതിയ പദ്ധതിക്ക് കീഴിൽ ചെയ്യാനുള്ള അനുമതി നൽകിയിട്ടുള്ളത്. അഥവാ പുതിയ VBG റാംജി പദ്ധതി പ്രകാരം സ്വകാര്യ വ്യക്തികളുടേതടക്കം കൃഷിഭൂമിയിലെ ഭൂവികസന ജോലികൾ ചെയ്യാൻ അനുവാദമില്ല. എന്നാൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിക്ക് കീഴിൽ സ്വകാര്യ വ്യക്തികൾക്ക് വീട് നിർമ്മാണം പോലുള്ള പദ്ധതികൾ നടക്കുമ്പോൾ അത് ചെയ്യാൻ അനുമതി നൽകിയിട്ടുമുണ്ട്. സ്വകാര്യ വ്യക്തി ഭൂനികുതി രസീത് സമർപ്പിച്ച് അപേക്ഷിച്ചാൽ അവരുടെ ഭൂമിയിൽ കാട് വെട്ടിത്തെളിക്കൽ, നിലമൊരുക്കൽ പോലുള്ള ജോലികൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളെ വിട്ടു നൽകിയിരുന്നുവെങ്കിൽ ഇനി മുതൽ അത്തരം ജോലികൾക്ക് ആളെ വിട്ടുകൊടുക്കില്ല. പകരം ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്യാൻ അനുവാദമുണ്ടാകുകയുള്ളൂ. ഒരർത്ഥത്തിൽ നോക്കിയാൽ ഈ വ്യവസ്ഥ പ്രകാരം ഒരു പരിധിവരെ ചൂഷണങ്ങളും മുതലെടുപ്പും അവസാനിക്കുമെന്ന് പറയാം. അതുപോലെ തന്നെ ഗ്രാമീണ അടിസ്ഥാന സൗകര്യം, ജീവനോപാധി അടിസ്ഥാന സൗകര്യം, ദുരന്ത നിവാരണം എന്നീ വിഭാഗങ്ങളിലാണ് ഇനി ചെയ്യാൻ അനുമതിയുള്ള 318 പ്രവർത്തികൾ വരുന്നത്. അങ്കണവാടി, ഗ്രാമീണ ആരോഗ്യ കേന്ദ്രം, വിശ്രമത്തിനായുള്ള പന്തൽ, ഗവൺമെന്റ് സ്കൂളുകൾക്കും മറ്റും ചുറ്റുമതിലോ ശുചിമുറികളോ നിർമ്മിക്കലോ അറ്റകുറ്റപ്പണിയോ എന്നിവ കരട് പട്ടികയിലുണ്ട്. കനാലുകളും ഓവുചാലുകളും നിർമ്മാണം, മണ്ണിടിച്ചിൽ തടയാൻ ഭിത്തി, ചെറിയ തടയണ, നീർത്തടം, കനാൽ, മഴക്കുഴികൾ തുടങ്ങിയവയുടെ നിർമ്മാണം, കുഴൽ കിണർ പുനരുദ്ധാരണം, കിണർ കുഴിക്കൽ, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, വനവൽക്കരണം, കാട്ടുതീ തടയൽ, ടാറും ഇന്റർലോക്കും മണ്ണും ഉപയോഗിച്ചുള്ള റോഡ് നിർമ്മാണം എന്നിവയ്ക്കും കരട് പട്ടിക പ്രകാരം അനുമതിയുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ച് ചെയ്യാം. മാലിന്യ സംസ്കരണത്തിലൂടെ വരുമാനമുണ്ടാക്കുന്ന പദ്ധതികളുടെ പേരുകൾ കരട് പട്ടികയിൽ എടുത്തു പറയുന്നുണ്ട്. കമ്പോസ്റ്റ് കുഴി, വേർതിരിക്കുന്ന ഷെഡ്, ജൈവവളം ശേഖരിക്കാനുള്ള സംവിധാനം തുടങ്ങിയവയുടെ നിർമ്മാണം, കാർഷിക മേഖലയിൽ കാലികൾക്കുള്ള വെള്ളത്തൊട്ടി, മലഞ്ചെരുവുകളിലെ കൃഷിക്കായി നീളത്തിലുള്ള കുഴിയെടുപ്പ്, കാർഷിക ഗ്രാമീണ ഉൽപ്പന്ന വിൽപ്പന കേന്ദ്രങ്ങളുടെ നിർമ്മാണത്തിന് പുറമെ പ്ലാന്റേഷൻ, മത്സ്യം വളർത്തൽ മേഖലകളിലെ ചെറുകിട നിർമ്മാണങ്ങളും നടീൽ പ്രവർത്തികളും അനുവദിക്കാമെന്ന് കരട് പട്ടികയിലുണ്ട്. ശ്മശാന നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവയും ഏറ്റെടുക്കാം.
ജോലികളുടെ തരംതിരിവ് ഗുണകരവും സ്വകാര്യ വ്യക്തികളുടെ ചൂഷണം അവസാനിക്കുന്നതും ആണെങ്കിലും കേരളത്തിൽ ഇത് ചെറിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് ഇടവരുത്തുന്നുണ്ട്. പ്രധാനമായും കായികാധ്വാനം വേണ്ട ജോലികളാണ് കരട് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത 22 ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികളിൽ 40% വരുന്ന ആളുകളും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും അവരിൽ തന്നെ കൂടുതൽ പേരും സ്ത്രീകളുമാണ്. ഇത്തരക്കാർക്ക് ഈ ജോലികൾ പ്രയാസകരമാകും എന്നതാണ് ഒരു വിലയിരുത്തൽ. ഇത് കേരളത്തിലെ തൊഴിലാളികൾക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, കുടിയേറ്റ തൊഴിലാളികൾക്കുൾപ്പെടെ ഏത് തൊഴിലാളിക്കും ഏത് സംസ്ഥാനത്തിരുന്നും എവിടെയും ജോലി ആവശ്യപ്പെടാം എന്നതും കേരളത്തിൽ ഉള്ളവരുടെ തൊഴിൽ ദിനങ്ങളിൽ കുറവ് വരുത്തുമോ എന്ന ആശങ്കയുണ്ട്. തൊഴിൽ ലഭ്യതയ്ക്കൊപ്പം കൂലിയും വർദ്ധിച്ചിട്ടുണ്ട് എങ്കിലും ഈ രീതിയിലുള്ള തൊഴിൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങൾക്കുമായി ഒരു പോർട്ടലും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് അടുത്ത 2 മാസം സ്വന്തം നാട്ടിൽ ജോലിയെടുക്കണമെന്നുണ്ടെങ്കിൽ അക്കാര്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താൽ സാധിക്കും. മറ്റൊരു സുപ്രധാനമായ കേന്ദ്ര നീക്കം എന്നത് GPS ഉപയോഗിച്ച് തൊഴിൽ ചെയ്തോ എന്ന് നിരീക്ഷിക്കാനുള്ള സംവിധാനമാണ്. ജോലി നടന്നതായി കടലാസിൽ മാത്രം കാണിച്ച് പണം നേടിയെടുക്കുന്നത് കാര്യക്ഷമമായി തടയുന്നതിനാണ് GPS സംവിധാനം കൊണ്ടുവരുന്നത്. ഇതിലൂടെ ജോലി ചെയ്ത സ്ഥലം GPS ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് ഉറപ്പാക്കാനാകും. കഴിഞ്ഞ ഡിസംബറിൽ തന്നെ VBG റാംജി നിയമം കൊണ്ടുവന്നുവെങ്കിലും പഴയ തൊഴിലുറപ്പ് പദ്ധതി തന്നെയാണ് ഇതുവരെ തുടർന്നു പോന്നിരുന്നത്. ഇക്കഴിഞ്ഞ ബജറ്റിൽ VBG റാംജിക്ക് 95,000 കോടി നീക്കിവെച്ചപ്പോൾ തൊഴിലുറപ്പിന് 30,000 കോടിയും വകയിരുത്തിയിരുന്നു. വരും വർഷങ്ങളിൽ ഈ തുക കൂടി VBG റാംജിയിലേക്ക് മാറ്റാനാകും. പക്ഷേ പുതിയ VBG റാംജി പദ്ധതി വലിയ സാമ്പത്തിക ബാധ്യത വരുത്തും സംസ്ഥാന സർക്കാരുകൾക്കെന്നാണ് സംസ്ഥാനങ്ങളുടെ വാദം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. കേരളത്തിന്റെയും കർണാടകയുടെയും പിന്തുണ കൂടി ഉറപ്പാക്കാൻ തെലങ്കാന ശ്രമിക്കുന്നുണ്ട് എങ്കിലും പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് കേരള സർക്കാരിന്റെ ശ്രമം. ശനിയാഴ്ച തന്നെ വിജ്ഞാപനം ഇറക്കുകയും ചെയ്തു. ഹിമാചൽ പ്രദേശും മുൻ നിലപാടിൽ നിന്ന് മാറി ആം ആദ്മി ഭരിക്കുന്ന പഞ്ചാബും വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജമ്മു കശ്മീർ, ലഡാക്ക്, ബീഹാർ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, മിസോറാം, സിക്കിം, ത്രിപുര, നാഗാലാൻഡ്, പുതുച്ചേരി എന്നിവയുൾപ്പെടെ 19 സംസ്ഥാനങ്ങളാണ് ഇതുവരെ വിജ്ഞാപനമിറക്കിയത്. അതേസമയം പദ്ധതിയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും അതൃപ്തിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സംസ്ഥാനങ്ങൾ 40% തുക വഹിക്കണമെന്ന വ്യവസ്ഥയ്ക്കെതിരെ BJP ഭരിക്കുന്ന മധ്യപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളാണ് രംഗത്ത് വന്നത്. പുതിയ പദ്ധതി പ്രകാരം ബീഹാറിന് 4,477 കോടി രൂപയും മധ്യപ്രദേശിന് 4,168 കോടി രൂപയും അധിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് കണക്ക്. ഇത് നൽകിയാലും 125 ദിവസ തൊഴിൽ ഉറപ്പ് നൽകാൻ ഇരു സംസ്ഥാനങ്ങൾക്കും സാധിക്കില്ല എന്ന ഒരു പ്രശ്നവും അവർ ഉന്നയിക്കുന്നുണ്ട്. 60:40 അനുപാതത്തിന് പകരം 90:10 അനുപാതമുള്ള ഉത്തരാഖണ്ഡ്, സിക്കിം സംസ്ഥാനങ്ങൾ പോലും കേന്ദ്രം മുഴുവൻ ഫണ്ടും വഹിക്കണമെന്ന നിലപാടാണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ ജോലികൾ പൂർത്തിയാക്കാൻ ഇന്ന് വരെയാണ് സംസ്ഥാന സർക്കാരുകൾക്കും ജില്ലാ ഭരണകൂടങ്ങൾക്കും സമയം അനുവദിച്ചിരിക്കുന്നത് എങ്കിലും പലയിടത്തും ഇത് പൂർത്തിയായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇതിൽ കൂടി എടുത്തു പറയേണ്ട ഒന്നുണ്ട്. ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് CPM പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉപയോഗിക്കാറുണ്ട്. ഇനി ആ പരിപാടി കൂടി നടക്കില്ല VBG റാംജി വരുന്നതോടുകൂടി.